ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കാൽക്കുലേറ്റർ പോലെയുള്ള ചെറിയ കണക്കുകളൊക്കെ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അടിസ്ഥാന ഗണിതം മുതൽ സിമ്പിളായിട്ടുള്ള കണക്കുകൾ മുതൽ വലിയ കെമിക്കൽ ഇക്വേഷൻസ് വരെ, സ്റ്റാറ്റിസ്റ്റിക്സ്, ബാക്കി XY ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്കിൽ എന്തൊക്കെയുണ്ടോ ലോഗുണ്ട്, ഇങ്ങനെ കണക്കിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് ഈ 3 വരകൾ, അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. ബേസിക് മാത്ത് ആണെങ്കിൽ അത് ബേസിക് മാത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കണക്ക് കൂട്ടുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ലെങ്തും ബ്രെഡ്ത്തും കൊടുത്ത് ഇനി ഏരിയയാണ്, വോളിയമാണ്, സർഫസ് എന്താണ് കാണണമെന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കാണാൻ പറ്റും. ഇതാണ് ഈ ആപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ബേസിക് മാത്ത് മാറ്റി ഞാൻ ഇപ്പോൾ ആൾജിബ്ര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒന്ന് x - 2 the whole cube അതടിക്കുകയാണ്. എന്നിട്ട് എൻ്റർ അടിച്ച് സിംപ്ലിഫൈ അടിച്ചു. അപ്പോൾ ഇതാ വന്നു, അതിൻ്റെ എക്സ്പാൻഡ് ഫോം ഇതാ വന്നു. ഈ ടാപ്പ് TV സ്റ്റെപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് കാണാൻ പറ്റും. പക്ഷേ 1-2 പ്രാവശ്യം മാത്രമേ നമുക്ക് സ്റ്റെപ്സ് ഇതിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പ്രോ വെർഷനിൽ മാത്രമേ സ്റ്റെപ്സ് എല്ലാത്തിനും കാണിക്കും. അല്ലാതെ എല്ലാ കണക്കും നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ ഇക്വേഷൻസ് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയത്, നമുക്കിപ്പോൾ ബുക്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്കിലൊക്കെ ഒരു കണക്ക് നമ്മൾ എഴുതിയിരിക്കുകയാണ്. അത് ജസ്റ്റ് ഈ ക്യാമറ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ നമ്മൾ നോട്ടിലുള്ളതൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ട. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി x+y ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോയിൽ നമ്മുടെ ഈ അക്ഷരം വരുന്ന ഫാം മാത്രം, അല്ലെങ്കിൽ പ്രോബ്ലം വരുന്ന ഫാം മാത്രം ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ബട്ടൺ അപ്ലൈ ചെയ്യുക. അത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് എഴുതിയിരിക്കുന്ന അതേ സംഭവം തന്നെ അതിൽ ടൈപ്പായി വരും. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോലും ചെയ്ത് നമ്മുടെ നോട്ടിലുള്ള പ്രോബ്ലംസിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. പിന്നെ ഇതിൽ വേറെ കെമിസ്ട്രി കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഗ്രാഫിംഗ് ഉണ്ട്. ആ ഗ്രാഫിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ ഗ്രാഫും ആയി വരുന്നതാണ്. അതും നമുക്ക് വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഗ്രാഫ് എന്ന സംഭവത്തിൽ സൈൻ എന്ന സംഭവം ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ ഗ്രാഫ് ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്കും സൈൻ വേവിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അതവിടെ വന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാത്സിലെ വലിയ കാര്യങ്ങൾ പലതും നമുക്കിതിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.